ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫിഷ് കറി തയ്യാറാക്കിയാലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്, മസാല ഫിഷ് കറി. വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നങ്ക്, മാന്ത എന്ന് പറയുന്ന മീനാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ പറയാന്ന് ഒരു പിടിയുമില്ല. നമ്മുടെ നാട്ടിൽ നങ്ക് പറയും, മാന്ത പറയും. അപ്പോൾ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും നാരങ്ങ നീരും ഒക്കെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് 10 മിനിറ്റ്. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്യണ്ട, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം മീൻ. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് പകുതി റെഡിയാകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. മീൻ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. 1 ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് മസാല റെഡിയാക്കി തുടങ്ങാം. ആദ്യം 1/2 ടീസ്പൂൺ ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാം. ജീരകം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ കായം ചേർക്കാം. കായം ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള അരച്ചെടുത്തതാണ്. അപ്പോൾ സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാളയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ അരച്ചെടുത്തിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം സൈസ് തക്കാളിയൊക്കെ ആണെങ്കിൽ 2 ചേർക്കണം. അപ്പോൾ തക്കാളി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് അതിൻ്റെയൊക്കെ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. 3/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട്, കറിയുടെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 1 കപ്പ് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ മല്ലിയില അതുകൂടെ വിതറിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓയിലൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത് ഫിഷ് വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. വലിയ മീനൊക്കെ വെച്ചിട്ട് നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഇങ്ങനെ തയ്യാറാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടെ മല്ലിയില ഒന്ന് മുകളിൽ വിതറി കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് സെർവ് ചെയ്യാം.
അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് റൈസിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കുകയും വേണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്